ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. കസ്റ്റാർഡ് കേക്ക്. കസ്റ്റാർഡ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം കേക്ക്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി കേക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കാന്നും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നൊക്കെ നോക്കാല്ലേ. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 1/4 കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് മൈദയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അര കപ്പ് കസ്റ്റാർഡ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ടാണ് പാല് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ കേക്ക് വേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസ്, കറുത്ത മുന്തിരി വിതറി കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 1/2 മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് പൗണ്ട് കേക്കൊക്കെ റെഡിയാക്കിയ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ
കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് കേക്ക് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ആയിട്ടുള്ള കസ്റ്റാർഡ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. And thanks for watching my video. Please like, comment and subscribe my channel.